ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 500 ml ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാല് അവിടെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തേക്കുന്ന ബട്ടർ സ്കോച്ചിന്റെ ഒരു എസൻസ് ആണ്. അത് നമുക്കൊരു 4 തുള്ളി ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമുള്ളതല്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മത് കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതേ സംഭവം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പാലൂടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഇട്ടിട്ടാണ് ഇത് ഇളക്കിയെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. തീരെ നിർത്താതെ തന്നെ ഇത് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ സംഭവം ഇവിടെ കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇളക്കി ഈ പരുവത്തിലാവും സംഭവം. അപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമ്മളൊന്ന് റെസ്റ്റിന് വയ്ക്കുക. റെസ്റ്റിന് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. റെസ്റ്റിന് വെക്കുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മാതളം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇളക്കിയിട്ട് നമ്മളെ സംഭവം ഇവിടെ സെറ്റായിട്ട് വരും. നമ്മളുള്ള സംഭവം കൊണ്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിലേക്ക് മാങ്ങ, അതേമാതിരി തന്നെ മുന്തിരി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.